നാരായണ നാരായണ. ശ്രീ ഗുരുവായൂരപ്പ. ശ്രീമദ് ഭാഗവത മഹാപുരാണം 45-ാമത്തെ അധ്യായം ദശമത്തില് ഗുരുദക്ഷിണ കൊടുക്കുന്നതായിട്ട് രംഗാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. സുദാമാവും കൃഷ്ണനും രാമനും കൂടിയിട്ട് ദക്ഷിണ കൊടുത്തു, നമസ്കരിച്ചു. അപ്പോൾ ആ ഗുരു നന്നായിട്ട് തന്നെ അനുഗ്രഹിച്ചു. എന്താ അനുഗ്രഹിച്ചത്? കുട്ടികളെ, നിങ്ങളെ എനിക്ക് വേണ്ട വിധത്തിൽ ദക്ഷിണ തന്നിരിക്കുന്നു എന്നാണ്. അപ്പോൾ ദക്ഷിണ എന്ന് പറഞ്ഞാൽ സാധാരണ ഭഗവാന്റെ ഒരു അഭിപ്രായത്തിനനുസരിച്ച് ദക്ഷിണ ജ്ഞാനസന്ദേശ എന്നാണ്. എന്താണോ പഠിപ്പിച്ചത് ആ പഠിപ്പിച്ചതിനെ വീണ്ടും പറഞ്ഞു കൊടുക്കൽ, അതാണ് സ്വതേ ദക്ഷിണ. നമ്മൾ ദക്ഷിണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കാശായിട്ടാണ് കൊടുക്കാറ്. അതാണോ ദക്ഷിണ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് അറിയില്ല. അതിനെ സ്വതേ ഉപരിദക്ഷിണ എന്നേ പറയാറുള്ളൂ. രണ്ടും രണ്ടാണ്. അപ്പം ഇവിടെ സുദാമാവ് കൊടുത്തത് തന്നെ സമർപ്പിക്കാനുള്ള ആ മനോഭാവമാണ്. അത് ഒരു ദക്ഷിണയാണ്. ഭഗവാൻ കൊടുത്തത് അവരുടെ ഒരു വലിയൊരാവശ്യത്തെ, മകനില്ലാത്ത ദുഃഖം, അത് തീർത്തു കൊടുക്കാനുണ്ടായത്. അനപത്യതാ ദുഃഖം ദുഃഖത്തിൽ മൂന്നാമത്തെ. അപ്പോൾ അവിടെ മരിച്ചുപോയത് ഉണ്ണിയാണ്. ആ ഉണ്ണിയെ തന്നെ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ കൂടുതലായി സന്തോഷം. ആ ദുഃഖം തീരാണ് ഉണ്ടായത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഗുരു പഠിപ്പിച്ചതെന്തോ അത് ശിഷ്യൻ വേണ്ട വിധത്തിൽ തന്നെ പ്രയോഗിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ദക്ഷിണ അവിടെ കൃത്യ. അപ്പം അതുകൊണ്ട് നിങ്ങൾ ചെയ്തതായിട്ടുള്ള ഈ ദക്ഷിണ വേണ്ട വിധമായി ഇതേ പ്രകാരത്തിലുള്ള എല്ലാ പ്രവൃത്തികളും ചെയ്തിട്ട് നിങ്ങളുടെ സൽപ്രവൃത്തികളുടെ ഫലമായിട്ട് സ്വന്തം യശസ് വളരെയധികം വർദ്ധിപ്പിക്കാൻ ഇടവരട്ടെ, കീർത്തിമാന്മാരായിട്ട് മാറട്ടെ. നിങ്ങൾ പഠിപ്പിച്ച ഞാൻ പഠിപ്പിച്ചതായിട്ടുള്ള വിദ്യ നിങ്ങൾ പഠിച്ചത്, അതിൽ കൂടുതൽ പഠിച്ചിട്ടുണ്ട്, അത് ഇഹത്തിലും പരത്തിലും ഉപകാരമാവട്ടെ, മുക്തിക്ക് അർഹത നേരട്ടെ എന്ന്. അങ്ങനെ വേണ്ടത് വേണ്ടപ്പോൾ തോന്നാൻ ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയെ. ഗുരുവിൻ്റെ അനുഗ്രഹം കൂടി വേണം. പഠിച്ചുകൊണ്ട് കാര്യമില്ല. അത് ആ സമയത്ത് പരീക്ഷയിൽ കേമായിട്ട് പാസ്സാവുകയൊക്കെ ചെയ്യും. പക്ഷെ അതുകൊണ്ടും കാര്യമില്ല. ജീവിതത്തിൽ അതിനെ പ്രയോഗിക്കുമ്പോൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കാറാവണം. ഇല്ലെങ്കിൽ പരശുരാമന് കർണൻ്റെ അടുത്തുനിന്ന് വിദ്യ പഠിച്ച ആ അനുഭവം വരിക. ശാപം ഉണ്ടായതേ, വേണ്ടത് വേണ്ടപ്പോൾ തോന്നാതിരിക്കട്ടെ എന്ന ആപൽഘട്ടത്തിൽ തീർത്തും പഠിച്ച വിദ്യ തോന്നില്ല. അതാണ് പരശുരാമൻ്റെ ശാപം കർണന്. ശിഷ്യനൊക്കെ തന്നെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെയായിട്ട് എന്താ കാര്യം? അങ്ങനെയായിട്ട് കാര്യമില്ല. സന്തോഷത്തോടു കൂടിയിട്ട് ഗുരുവും ശിഷ്യന്മാരും അവിടെ നിന്ന് പിരിഞ്ഞു. സുദാമാവ് ഗൃഹത്തിലേക്ക് പോയി. രാമകൃഷ്ണന്മാർ മധുരയിലേക്ക് എത്തി. അച്ഛനമ്മമാരെ നമസ്കരിച്ചു. പിന്നെയും കുറച്ച് ദിവസം ഇങ്ങനെ സുഖമായിട്ട് കഴിയാണ്. അപ്പോൾ ഇവർ പോയി തിരിച്ചു വന്നപ്പോൾ 2 മാസം ഉണ്ടായുള്ളൂ. കണ്ടല്ലേ, 2 യുഗമായിട്ട് തോന്നിയെന്ന് അച്ഛനമ്മമാർക്ക്. നഷ്ടപ്പെട്ട നിധി കിട്ടിയ പോലെ അവർ കൃഷ്ണനെ സ്വീകരിച്ചു, രാമകൃഷ്ണന്മാരെ സ്വീകരിച്ചു. അതിന് ശേഷമാണ് ഈ ഉദ്ധവഗീത എന്ന ആ രംഗം. ഉദ്ധവഗീത നമ്മൾ കുറേ തവണ പറഞ്ഞതായതുകൊണ്ട് അധികം വിസ്തരിക്കണില്ല. ബൃഹസ്പതിയുടെ ശിഷ്യനായിട്ടുള്ള, ബുദ്ധിമാനായിട്ടുള്ള, ഭക്തനായിട്ടുള്ള, കൃഷ്ണൻ്റെ തുല്യനായിട്ടുള്ള ആ സ്നേഹിതന്, യാദവരുടെ മന്ത്രിക്ക് അതിനുള്ള അർഹത കിട്ടാൻ വേണ്ടിയിട്ട് പഠനം പലതരത്തിലാണ്. അപ്പോൾ ഇതൊരു പഠനമാണ്. ആ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉദ്ധവ എന്ന് പറയുകയാണ്, എന്ന് വിളിക്കുകയാണ്. അതായത് സ്നേഹിതനാണ്. എല്ലാ അർത്ഥത്തിലും പല ബന്ധങ്ങളുമുണ്ട് ഉദ്ധവനായിട്ട്. അപ്പോൾ അതുകൊണ്ട് വിളിച്ചു. എനിക്ക് പകരം ഗോകുലത്തിൽ ഒന്ന് പോയിട്ട് വരണം.
ശരി, പോവാം. ഗോപികളുടെ പ്രാണനാണ് ഞാൻ. അതുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കണം, ഒരു സന്ദേശം കൊടുക്കണം. അപ്പോൾ എന്നെ കിട്ടാനും എന്നെ കാണാനും എനിക്ക് വേണ്ടിയും ദേഹം കാത്തു സൂക്ഷിക്കുന്ന അവർക്ക് ഞാനുമായിട്ടുള്ള ബന്ധം അത് അങ്ങ് അവിടെ ചെന്ന് അവരെ ഈ ആശ്വസിപ്പിക്കുന്നത് കൊണ്ട് അവർക്ക് സുഖത്തെ കൊടുക്കണം. അവർ എന്നെ കിട്ടാൻ വേണ്ടിയിട്ട് അവരുടേതായിട്ടുള്ള ബന്ധുക്കളെയൊക്കെ ഉപേക്ഷിച്ച കൂട്ടരാണ്. എല്ലാം ഉപേക്ഷിച്ച് എൻ്റെ അടുത്ത് രാസലീലയ്ക്ക് വന്നവരാ. അപ്പോൾ ധർമ്മം, ലോകധർമ്മം അവർ വെടിഞ്ഞിറക്കണം. അവരുടെ ഭർത്താവാണ് ഞാൻ. അപ്പം എന്നെ കാണാത്തത് കൊണ്ട് അവർക്ക് വിഷമമുണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് മോഹാലസ്യപ്പെടുണ്ടാവും. ഞാൻ അവിടുന്ന് പോരുന്ന സമയത്ത് വന്നോളാം എന്ന് പറഞ്ഞായിരുന്നു. അപ്പം എന്നെ കാത്തിരിക്കാവും അവർ. അതുകൊണ്ട് ഈ സന്ദേശം ഒന്ന് പോയിട്ട് കൊടുക്കണം. പ്രാണൻ പോയിട്ടുണ്ടാവില്ലായിരിക്കും എന്ന് വിചാരിക്കണം എന്നൊക്കെയാണ്. ശരി, വളരെ സന്തോഷമായി. കാരണം ഉദ്ധവനും ഒരു തോന്നലുണ്ട്, ഗോപികമാരെ ഒന്ന് കാണണം. കഥകൾ പലതും കേട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഒരു അനുഭവം കൃഷ്ണൻ പറഞ്ഞേക്ക് തന്നെയാണ് ചെയ്യണത്. അപ്പോൾ അത് അതിലേറെ സന്തോഷമായി. ഏതാനും സന്ദേശം വാങ്ങി സ്വർണ്ണരഥത്തിൽ അവിടെ ഉദ്ധവൻ ഗോകുലത്തിലെത്തി. അവിടെ ചെന്നപ്പോൾ ശബ്ദം കേട്ടത് കാളകൾ പോരടിക്കണ ശബ്ദം, പശുക്കൾ കുട്ടികൾ ഒക്കെ ഓടുന്ന ശബ്ദം, പശുക്കുട്ടികളും ഓടുന്ന ശബ്ദം, പശു കറവാ ശബ്ദം, ഗോപന്മാരെ ഓടക്കുഴൽ വിളിക്കുന്നതായിട്ട് ആ ശബ്ദം, ഗോപികൾ മധുരമായിട്ട് കൃഷ്ണലീല പാടുന്നു. അപ്പോൾ ഉദ്ധവന് വിചാരിച്ചേക്കാൾ കൂടുതൽ സുഖം കിട്ടി. ഇതൊക്കെ കാണാനും അറിയാനും അനുഭവിക്കാനും ഒക്കെയാണല്ലോ വരണത്. അപ്പോൾ അനുഭവമാണ് ആദ്യം കിട്ടിയത്, സുഖമാണ് ആദ്യം കിട്ടിയത്. എല്ലാവരും ലളിതമായിട്ടുള്ള വേഷം. അതേപോലെ അവർ അഗ്നി, സൂര്യൻ, അതിഥി, പശു, ബ്രാഹ്മണൻ, ദേവ, പിതൃ പൂജ എല്ലാവരും ചെയ്യണു എന്നുള്ളത് ഉദ്ധവൻ ശ്രദ്ധിച്ചു. ഉദ്ധവൻ ബുദ്ധിസത്തമൻ, ബൃഹസ്പതിയുടെ ശിഷ്യനാണ്. അപ്പോൾ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഇതൊക്കെ നല്ലവണ്ണം ശ്രദ്ധിച്ചു. അപ്പോൾ എല്ലാവരും ഭക്തരാണെന്ന് മാത്രമല്ല കർമ്മ നിഷ്ഠരും കൂടിയാണ്. അതേപോലെ ഈ പൂക്കളായാലും വണ്ടുകളായാലും ജലപക്ഷികളായാലും പക്ഷിമൃഗാദികളായാലും ഇതൊക്കെ കൃഷ്ണന് വേണ്ടിയിട്ടാണല്ലോ അവിടെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തിരുന്നത്. ആ കാളിന്തി നദിയിൽ 5 തരത്തിൽപ്പെട്ടതായിട്ടുള്ള താമര, അതേപോലെ നല്ല സുഗന്ധം, എല്ലാവരും ഒരേപോലെ ശാന്തരായിട്ട് സുഖത്തെ അനുഭവിക്കുന്നതായിട്ട് കണ്ടു. ഉദ്ധവൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രത്യേകമായിട്ട് ചില സ്വീകാരങ്ങൾ, കുശലം പറച്ചിൽ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നന്ദഗോപുരം യശോദയും കൂടിയിട്ട് വസുദേവർക്ക് സുഖല്ലേ, ബന്ധുക്കൾക്ക് സുഖല്ലേ, കംസം മരിച്ചത് നന്നായി, ഉദ്ധവ കൃഷ്ണൻ എന്നെ പറ്റി ഓർക്കാറുണ്ടോ, ഇങ്ങനെയൊക്കെ പലതും നന്ദഗോപുരം ചോദിച്ചു. യശോദയെ ഓർക്കാറുണ്ടോ? യശോദ അവിടെ സാക്ഷിയായിട്ട് എല്ലാം കേട്ടും കൊണ്ട് ഒന്നും മിണ്ടാൻ പറ്റാതെ കണ്ടിരിക്കുക കേട്ടോ, പാവം. ഒരു വാക്കും അങ്ങടോ അങ്ങടോ ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തില്ല. ഉദ്ധവൻ അതൊക്കെ ഇങ്ങനെ കണ്ടു, മനസ്സിലാക്കി. ഗോപികളിൽ പ്രധാനി യശോദയാണ്. എന്തിന്? പശുക്കളും കൂടി മൂകരാണ്. പശുക്കുട്ടികൾ കളിക്കുന്നുണ്ട്, പശുക്കളും കൂടി മൂകരാണ്. അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. ഗോവർദ്ധനായാലും വൃന്ദാവനായാലും കാളിന്തി ആയാലും ഓരോന്നും ഓർക്കണുണ്ട്. അപ്പോൾ നന്ദഗോപുരം ചോദിക്കുകയാണ്, ഈ അച്ഛനെയും അമ്മയും ഇപ്പോൾ കൃഷ്ണൻ ഇവിടെ ലീലയാടിയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും അതേപോലെ ഓരോരുത്തരുമായിട്ട് ഓരോന്നും ചെയ്തിട്ടുണ്ടല്ലോ, അതൊക്കെ ഓർക്കാറുണ്ടോ, വല്ലതും പറയാറുണ്ടോ കൃഷ്ണൻ? അത്രയൊന്നും ദിവസം ആയിട്ടില്ല കേട്ടോ ഇവിടെ, വളരെ കുറച്ചേ ആയിട്ടുള്ളൂ. 2-3 മാസം ആയിട്ടുണ്ടാവുക എല്ലാം കൂടിയിട്ട്, അത്രയേ ഉള്ളൂ. കൃഷ്ണൻ്റെ ആ ചിരി, നോട്ടം, വാക്ക്, കളി ഒക്കെ വല്ലാതെ കണ്ട് ഓർമ്മ വരിക. പിന്നെ ഓരോന്ന് അനുഭവിച്ചത് ഗോപികാഗീതത്തിൻ്റെ ഒരു ആവർത്തനമാണ്. കാട്ടുതീന്ന് രക്ഷിച്ചത്, ഇന്ദ്രൻ്റെ മഴയെന്ന് രക്ഷിച്ചത്, ചുഴലിക്കാറ്റെന്ന് രക്ഷിച്ചത്, അഖൻ, അരിഷ്ടൻ, കേശി മുതലായിട്ടുള്ള പൂതന വരെയുള്ള പലരും കൃഷ്ണൻ്റെ കൈ കൊണ്ട് മുക്തി നേടിയത്. കൃഷ്ണനൊക്കെ ലീലയാണെങ്കിലും ഞങ്ങളെ രക്ഷിക്കുകയാണല്ലോ ഉണ്ടായത്.
ഞങ്ങളുടെ നിത്യകർമ്മങ്ങളൊക്കെ മുടങ്ങിക്കിടക്കുകയാണ്, ഇപ്പോഴും മുടങ്ങിക്കിടക്കുക. കൃഷ്ണനെ സ്മരിച്ചിട്ട് ശരീരബോധം ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ കർമ്മങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. ഉദ്ധവൻ കണ്ടുവന്നത് അങ്ങനെയല്ല, എല്ലാവരും കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെന്നാ ഇവർ പറഞ്ഞു എന്നേ ഉള്ളൂ. ഒക്കെ കൃഷ്ണന് വേണ്ടിയിട്ടാണ് ചെയ്യണമെന്നുള്ളതുകൊണ്ട് അത് തെറ്റാതെ കണ്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ പ്രത്യേക. അപ്പം അതൊക്കെ അങ്ങനെ ആലോചിക്കുകയാണ് അവർ. രാമകൃഷ്ണന്മാർ ഈശ്വരന്മാർ തന്നെയാണ് എന്ന് ഗർഗ മഹർഷി പറഞ്ഞത് നല്ലോണം ഓർത്തുകൊണ്ട് അത് പറയുകയും ചെയ്തു. ഇത്രയും കാലം കിട്ടിയല്ലോ, ദേവന്മാർക്ക് പോലും കിട്ടാത്തതാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ആ 10,000 മതിച്ച ആനകളുടെ ശക്തിയുള്ള കോലിയാമ്പീഠത്തിനെയായാലും മല്ലന്മാരെയായാലും കംസനെയായാലും വധിച്ചതൊക്കെ വല്ലാത്തൊരു അത്ഭുതം. 3 കരിമ്പനകളുടെ വലിപ്പമുള്ള ആ വില്ല് കളിയായിട്ട് പൊട്ടിച്ചില്ലേ കൃഷ്ണൻ. 7 ദിവസമല്ലേ ഗോവർദ്ധനെ പൊക്കി പിടിച്ചത്. പ്രലംബൻ, ധേനുകൻ ഇങ്ങനെയൊക്കെ ഉള്ള പല അസുരന്മാരെയും ബലരാമ വധിച്ചത് ഇങ്ങനെ ഓർമ്മ വരികയാണ്. ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നന്ദഗോപുര കരയുണ്ട്. അങ്ങനെ ഒടുക്കം കരച്ചിൽ നിർത്താൻ പറ്റിയില്ല. നന്ദഗോപുര കരയണോ യശോദ കരയണോ? ഉദ്ധവനും വല്ലാത്തൊരു, ഈ കൃഷ്ണനെ ഇത്രയും കൂടുതൽ ഉള്ളിലേക്ക് എടുത്തവരാണല്ലോ ഇവര്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് കരയാറാവണമെങ്കിൽ അത് അത്ര എളുപ്പമല്ല. ഒന്നും മിണ്ടാതെ കണ്ട് ഉദ്ധവനും കുറച്ചു നേരം ഈ കൃഷ്ണപ്രാപ്തികരം ശശ്വൽ സാധനം, ഭക്തി, ഭജനം, അതൊക്കെ കൃഷ്ണപ്രാപ്തികരമാണ്. അത് ഇവർക്ക് ഒന്നുമില്ലാതെ കിട്ടിയെടുക്കണം. അത് ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ്. അപ്പം ഈ ഭക്തി കിട്ടലാണ് സ്വതേ വേണ്ടത്. ലോകഗുരുവായിട്ടുള്ള കൃഷ്ണനെ ഇവരിങ്ങനെ സ്വായത്തമാക്കിയല്ലോ. അത് ഉദ്ധവൻ പറഞ്ഞു. ഇവർ തന്നെയാണ് ബ്രഹ്മയായാലും പ്രപഞ്ചമായാലും രണ്ടും വിരന്യാണ്. ഭഗവാൻ തന്നെയാണ് പ്രകൃതി പുരുഷൻ. ചരാചരം, സത്ത്, അസത്ത്, സ്ഥാവരം, ജംഗമം, അതൊക്കെ ഈ ആരാണ്? ഈ അച്ഛനമ്മമാരും ഗോപികമാരും തന്നെയാണ്. അത് ഉദ്ധവൻ ഓർപ്പിച്ചു. അതായത് ഭക്തിയുടെ പരമകാഷ്ഠയിൽ താതാത്മ്യം വരിക എന്നാ പറയുക. ഈ താതാത്മ്യ ബുദ്ധിയാണ്. പ്രപഞ്ചത്തിൽ ജീവിക്കുന്നുണ്ടോ? ഉണ്ട്. അതിപ്പോൾ ചരമായാലും അചരമായാലും, ചൈതന്യം ഉണ്ടെങ്കിലും ചൈതന്യം ഇല്ലെങ്കിലും, ജീവൻ ഉണ്ടെങ്കിലും ജീവൻ ഇല്ലെങ്കിലും പ്രപഞ്ചത്തിലുണ്ടെങ്കിൽ ആ ഒരവസ്ഥയിലാണ്. അപ്പോൾ അതും ബ്രഹ്മം തന്നെയാണ്, ഇതും ബ്രഹ്മം തന്നെയാണ്. അത് ഉദ്ധവന് നല്ലോണം മനസ്സിലായി. നമ്മൾ സാധാരണഗതിയിൽ അന്തേ നാരായണ സ്മൃതി, മരണസമയത്ത് എന്താണോ ആലോചിക്കുന്നത് അതായിട്ട് തീരുമെന്നാണല്ലോ. കൃഷ്ണൻ ഇവിടെ നിന്നും പോയത് ഇവരെ സംബന്ധിച്ചൊരു മരണമാണ്. അപ്പം അതുകൊണ്ട് ഇവർ ജീവൻ മുക്താവസ്ഥയിൽ എത്തിയിരിക്കണു. ഇവർ മരിച്ചിട്ടില്ല, പക്ഷേ ജീവൻ മുക്താവസ്ഥയിലാണ്. അതുകൊണ്ട് കൃഷ്ണനെ സദാസമയത്തും താതാത്മ്യ ബുദ്ധിയ അനുകരിക്കണു, അല്ലെങ്കിൽ അത്രത്തോളം ആയിണ്ട്. അത് കൃഷ്ണന്റെ ഒരു അനുഗ്രഹം ഇല്ലാതെ കൊണ്ട് ഇങ്ങനെ കിട്ടില്ല. വല്ലപ്പോഴൊക്കെ കൃഷ്ണനെ ഓർക്കണ മട്ടല്ല, എല്ലായ്പ്പോഴും കൃഷ്ണനെ ഓർക്കലേ. കൃഷ്ണൻ മനുഷ്യവേഷം കെട്ടി വന്നയാളാ. ആ കെട്ടി വന്ന പരബ്രഹ്മം പരിപൂർണതമനാണ്. ആ പരിപൂർണതമനെയാണ് ഇവര് സ്വന്താക്കിയത്. ഇവര് ആ പരിപൂർണതമനായിട്ട് മാറിയത്. അവരുപയോഗിക്കുന്നതും സ്വീകരിക്കുന്നതും കൊടുക്കുന്നതും ഒക്കെ ഈ കൃഷ്ണനെയാണ്. അതാണ് പാലാകുന്ന കൃഷ്ണനെ വേണോ, നെയ്യാകുന്ന കൃഷ്ണനെ വേണോ അങ്ങനെ ചോദിക്കാനുള്ള കാരണം. കുടിക്കാനുള്ള വെള്ളം വെച്ചാൽ അതും കൃഷ്ണനാണ്. ഇങ്ങനെ ഒന്നും പറയാൻ വയ്യാത്ത വല്ലാത്തൊരു അവസ്ഥയാണ് അജനായിട്ടുള്ള ഈ കൃഷ്ണന്റെ
എല്ലാ ജീവജാലങ്ങളിലും ഒരേപോലെ പ്രവേശനം ചെയ്യുക എന്ന് വൃന്ദാവനത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പത്നിമാർക്ക് തന്നെ കൊടുത്തിട്ടുണ്ടോ നിശ്ചല. അപ്പോൾ ഇത് കണ്ടപ്പോൾ അത്ഭുതമായി. യശോദയോടും നന്ദഗോപരോടും പറഞ്ഞു, കൃഷ്ണൻ വരും കേട്ടോ. എന്ത് വരണ്? ഓരോ ഉറപ്പില്ലേ. ഉദ്ധവന്റെ മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണൻ വരുമെന്ന് പറഞ്ഞത്, അല്ലാണ്ട് വേറൊന്നും ഉണ്ടായിട്ടല്ല. നിങ്ങൾക്ക് എപ്പോഴും അരണി കടഞ്ഞപ്പോൾ കിട്ടിയ അഗ്നിയെ പോലെ ഈ കൃഷ്ണൻ നിങ്ങളുടെ ഉള്ളിലുണ്ടല്ലോ. അന്തര്യാമിയായിട്ടുള്ള കൃഷ്ണനല്ലേ നിങ്ങൾ സ്വന്താക്കിയത്. കൃഷ്ണന് ശരീരാഭിമാനമല്ലല്ലോ. പ്രിയുണ്ടോ അപ്രിയുണ്ടോ, ശ്രേഷ്ഠൻ എന്നുള്ള ഭാവമുണ്ടോ നികൃഷ്ടൻ എന്നുള്ള ഭാവമുണ്ടോ, അമ്മ അച്ഛൻ ഭാര്യ പുത്രൻ ബന്ധു സുഹൃത്ത് ഈ ഭേദബുദ്ധി ഉണ്ടോ? ഉദാസീന ഭാവമല്ലേ? ശത്രുമിത്രങ്ങളുണ്ടോ? ജനനമില്ല, മരണമില്ല, കർമ്മമില്ല. സജ്ജനരക്ഷയ്ക്ക് വേണ്ടിയിട്ട് മനുഷ്യനാട്ടം കിട്ടി എന്നല്ലാതെ കണ്ട് ഈ ശുദ്ധ സത്വസ്വരൂപിക്ക് അതൊന്നും വിഷയമല്ല. എത്ര അസുരന്മാരെ ഒരേപോലെ മുക്തി കൊടുത്ത് അനുഗ്രഹിച്ചത്. ജലമിളകുമ്പോൾ ബിംബം ഇളകും, പക്ഷേ ഈ വസ്തു ചലിക്കില്ല. പരമാത്മാവിന് കർമ്മമുണ്ടോ? സ്വന്തമാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കുഴപ്പമാരുടെയാ? ബ്രഹ്മത്തിൻ്റെ ആണോ? ജ്ഞാനിക്ക് സത്യം എന്നോ അല്ലെങ്കിൽ ധർമ്മം എന്നോ ഇതൊന്നും ആവശ്യമില്ല. യഥാർത്ഥ ജ്ഞാനിക്ക് ഇതൊന്നും കടന്നുണ്ടാവും. അപ്പോൾ ഇതൊന്നും വിഷയമല്ല. ഭഗവാൻ എല്ലാവർക്കുമായിട്ട് എന്തൊക്കെയോ നമുക്കറിയുന്നതും നമുക്കറിയാത്തതും ഭഗവാൻ ലീലയാ ചെയ്തു കൂട്ടുന്നു. അതിനെ മുഴുവൻ നിങ്ങൾ സ്വന്തം എന്ന് കണക്കാക്കി. ഭഗവാൻ അതിനെ അനുഗ്രഹിച്ച് തന്നു എന്നതാണ് നിങ്ങളുടെ ഭാഗ്യം. എല്ലാവർക്കും അതുപോലെയല്ല ഭഗവാൻ കൊടുക്കുന്നത്. ഈ 3 കാലത്തിലെ പ്രപഞ്ചവും ഭഗവാൻ തന്നെയാണ്. 3 ലോകവും ഭഗവാൻ തന്നെയാണ്. ത്രിപുടി അത് ഭഗവാനാണ്. ദ്വന്ദ്വം അത് ഭഗവാനാണ്. ദ്വന്ദ്വ അവസ്ഥ. അപ്പോൾ ആർക്കും കിട്ടാത്തത് പലതും നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഇങ്ങനെ കൃഷ്ണന്റെ ലബ്ധി അതിനെക്കുറിച്ചായിരുന്നു ചർച്ച. ഉദ്ധവനും നന്ദഗോപരും ആത്മജ്ഞരാണ്. ആ രീതിയിൽ അവർ സംസാരിച്ചു. യശോദ അത് മുഴുവൻ കേട്ടിരുന്നു. യശോദ ലൗകിക ഭാവത്തിലാണ് ഇരിക്കുന്നത്. അത് കാരണം ഒന്നും സംസാരിച്ചില്ല. എനിക്ക് അത്രയൊന്നും അറിയില്ല. എൻ്റെ കൃഷ്ണൻ എനിക്ക് കിട്ടിയില്ല, കാണാനില്ല. എൻ്റെ കൃഷ്ണൻ ഉള്ളിലുണ്ട് ദാമോദരനായിട്ട്, അത് മാത്രമേ അറിയുള്ളൂ. എന്നെ വിട്ടേച്ച് പോയല്ലോ കൃഷ്ണൻ. എനിക്കിങ്ങനെ ഉള്ളിൽ കണ്ടാൽ പോരാ, പുറമേ കാണണം എന്ന ലൗകിക ഭാവത്തിലാണ് യശോദയുള്ളത്. അതാണ് ആ രാത്രി ഒന്നും പറയാതെ ഉറങ്ങാതെ കണ്ട് മുഴുവൻ കൃഷ്ണനെ മാത്രം കണക്കാക്കിക്കൊണ്ട് കഴിഞ്ഞു. 4-ാം യാമമായി പ്രഭാത കൃത്യങ്ങൾക്ക് വേണ്ടിയിട്ട് തേവാരം കെട്ടിയ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിനൊക്കെ അനുസരിച്ച് എല്ലാവരും രണ്ടുപേരും പുറത്തേക്ക് പോയി. ഗോപികള് ഈ സമയത്ത് എഴുന്നേറ്റ് സ്വന്തം പണികളൊക്കെ ചെയ്തു. കൃഷ്ണഗീതം ഇങ്ങനെ പാടുന്നുണ്ട്. അതിങ്ങനെ കേട്ടാൽ ഒരു തവണ കേൾക്കാൻ തരായ മഹാഭാഗ്യമാണ്. കൃഷ്ണഗീതം അങ്ങനെയാണ്. അത് ഗോപികമാർ പാടുമ്പോൾ പറയാനുമില്ല. അങ്ങനെ ആ യാമം 4-ാമത്തെ യാമം തീരാൻ പോവാണ്. അപ്പോൾ സൂര്യൻ്റെ പ്രകാശം വരാൻ തുടങ്ങി. സൂര്യൻ ഉദിച്ചിട്ടില്ല, സൂര്യൻ്റെ പ്രകാശം വരാൻ തുടങ്ങി. അപ്പോഴാണ് ഈ നന്ദഗോപരുടെ മുറ്റത്ത് ഒരു തേര് നിൽക്കണത് ഈ ഗോപികമാർ കണ്ടത്. ആ സമയത്ത് അവർ വരിക. അവിടെ എല്ലാ ദിവസവും ഒന്ന് നോക്കിയിട്ട് പോകും. പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലല്ലോ എന്നുള്ള നിലയ്ക്ക്. ചിലവർ യശോദർ ചോദിക്കും, ചിലവർ നന്ദഗോപരോട് ചോദിക്കും, ചിലവരൊന്ന് നോക്കി പോവും. ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും അവിടെ അറ്റൻഡൻസ് ഉണ്ട്. അങ്ങനെയാണ്. അപ്പോൾ തേരാരുടെ ഇതാരാ വന്നിരിക്കണത്? കൃഷ്ണനെ കൊണ്ടുപോയി ഒരു ക്രൂരൻ, അല്ല അതിക്രൂരൻ വീണ്ടും വന്നു. ഉറക്കങ്ങനെ പറയാ തമ്മിലേ, ഈ മരിക്കാറായിട്ടുള്ള ഗോപികമാരായിട്ടുള്ള നമ്മളുടെ രക്തം മാംസം ഇത് കൊണ്ടുപോയിട്ട് കംസന് തർപ്പണം ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഈ രഥം അവിടുന്ന് കൊടുത്തേച്ചേർക്കണത്? അതിനുള്ള ദൂതനാവും അപ്പോൾ വന്നിട്ടുണ്ടാവുക എന്നൊക്കെ ചോദിക്കേണ്ട കേട്ടും കൊണ്ട് ഉദ്ധവൻ ഇങ്ങോട്ട് വരിക. തേവാരം കഴിഞ്ഞിട്ടേ ഉദ്ധവന് ഇത് കേട്ടപ്പോൾ അവിടെ നിൽക്കാൻ സ്ഥലം പോരാ. ഗോപികൾ ഉദ്ധവനെ കണ്ടു.
അപ്പോൾ ആജാനുബാഹുവായിട്ട് താമരക്കണ്ണനായിട്ട് നല്ല ശോഭയുണ്ട്, കൃഷ്ണനെ പോലെ തന്നെ. നിറത്തിൽ ലേശം വ്യത്യാസം ഉണ്ടോ നിശ്ചയില്ല, ബാക്കിയൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും കൃഷ്ണന്റെ അതേ വേഷഭൂഷാദികളാ, രത്നകുണ്ടലം, മഞ്ഞപ്പട്ട്, താമരമാല, കൃഷ്ണവേഷം, തലേ ദിവസത്തെ കൃഷ്ണൻ തന്നെ. കൃഷ്ണദൂതനായിട്ട് കൃഷ്ണവേഷത്തില് കൃഷ്ണനായിട്ട് തന്നെ വന്നു. അങ്ങനെയാണ് ശരിക്കും ഉദ്ധവൻ. ഏതായാലും കൃഷ്ണൻ എന്ന നിലയ്ക്ക് ഈ ദൂതനെ നമസ്കരിച്ചു ഗോപിമാര്. എന്നിട്ട് കൃഷ്ണൻ ഈ ഉദ്ധവനെ കുറച്ചാണ്ട് കൂട്ടിക്കൊണ്ടുപോയി പുറമേക്ക് മാറ്റിയിരുത്താന്ന് വിചാരിച്ചിട്ട് അവിടെ ഒരു മണത്തിട്ടുണ്ട്. സാധാരണ ഒരു രാസക്രിയയുടെ ഇരിക്കുന്ന സമയത്ത് അവിടെ ഇരിക്കുക, അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് അവിടെ ഇരുത്തി. മഹാത്മാവേ എന്നാ വിളിച്ചത്, കൃഷ്ണ അല്ല എന്ന് മനസ്സിലായി. അതുകൊണ്ടാ മഹാത്മാവേ എന്നാ വിളിച്ചത്. അച്ഛനമ്മമാരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ പറഞ്ഞയച്ച ദൂതനാവൂല്ലേ. ഗോകുലത്തില് കൃഷ്ണന് ഓർക്കാൻ എന്തെങ്കിലും ഉണ്ട് എന്നുള്ള കൃഷ്ണൻ പറയുണ്ടായിണ്ടോ? അച്ഛനമ്മമാർക്ക് എന്തെങ്കിലും ആശ്വാസത്തിന് വേണ്ടിയിട്ട് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല സന്ദേശം കൊടുത്തു വെച്ചിട്ടുണ്ടാവും. അതോടൊക്കെ ചെന്ന് പറഞ്ഞില്ലേ? മുനിമാർക്കോ അല്ലെങ്കിൽ അച്ഛനമ്മമാർക്കോ ഒക്കെ ഹൃദയത്തിലുള്ള ആ ഭഗവാൻ എല്ലാവർക്കും അതേപോലെ ഹൃദയത്തിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ എന്തൊക്കെയാണ് പറയേണ്ടത്, എന്തൊക്കെയാണ് പറയേണ്ടാത്തത് എന്ന രീതി തന്നെ അവർക്ക് മറക്കാൻ തുടങ്ങി. അവർ കുറേശ്ശെ ഈ വണ്ട് സാധാരണ പൂവിലെ തേൻ മാത്രം എടുക്കുക ചെയ്യുക. അത് കഴിഞ്ഞാൽ വണ്ട് ഈ തേനെടുക്കാനുള്ള സ്വാർത്ഥത്തെ കാണിച്ചാൽ വണ്ട് പോവും. അല്ലെങ്കിൽ വണ്ട് മത്തനായിട്ട് ഇപ്പോൾ താമരയിൽ ഇരിക്കാച്ചാൽ താമരയിൽ ഇരുന്നാൽ ചാവും, അത്രയേ ഉള്ളൂ. സാധാരണ വണ്ട് പൂവെടുത്തിട്ട് പൂവാണ് പതിവ്. ഈ ധനം കഴിഞ്ഞു കഴിഞ്ഞാൽ ഗണിക വേശ്യ പുരുഷനെ വിടുന്ന പോലെ കഴിവില്ലാച്ചാൽ രാജാവിനെ പ്രജകൾ അത്ര കാര്യമായിട്ട് ഗൗനിക്കില്ല, അനുസരിക്കൂല. വിദ്യ മുഴുവൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ശിഷ്യൻ ഗുരുവിനെ ദക്ഷിണയൊക്കെ കൊടുത്ത് നമസ്കരിച്ച് പിന്നെ തിരിഞ്ഞു നോക്കൽ പതിവില്ല, കഷ്ടിനെയാണ്. ദക്ഷിണ കിട്ടിക്കഴിഞ്ഞാൽ ഈ യാഗത്തിലെ ഹോതാക്കളൊക്കെ യജമാനെ വിട്ട് പോവാറുണ്ട്. പഴം തീർന്നു കഴിഞ്ഞാൽ വൃക്ഷം ഉപേക്ഷിക്കപ്പെടും. പക്ഷിമൃഗങ്ങളായാലും ശരി, മനുഷ്യരായാലും ശരി ഉപേക്ഷിക്കും. ആഹാരം കിട്ടിക്കഴിഞ്ഞാൽ ഈ വൃക്ഷങ്ങളെ മനുഷ്യരും ഉപേക്ഷിക്കും, എല്ലാവരും ഉപേക്ഷിക്കും. അതേപോലെ തന്നെ ആഹാരം കിട്ടിക്കഴിഞ്ഞാൽ അതിഥി വീട് ഉപേക്ഷിച്ചിട്ട് പോവും. പിന്നെ ഒരു കാട് കത്തിന്ന് കൂട്ടുക, അപ്പോൾ മൃഗങ്ങൾ പിന്നെ ആ കാട്ടിൽ നിൽക്കില്ല. കരിഞ്ഞ മണ്ണുണ്ടായാൽ പിന്നെ മൃഗങ്ങൾ അവിടെ നിൽക്കില്ല. അപ്പോൾ പിന്നെ കരിഞ്ഞ പുല്ലും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മൃഗങ്ങൾ നിൽക്കും അവിടെ. അതേപോലെ കൃഷ്ണൻ ഞങ്ങളുടെ നിന്നുള്ളതൊക്കെ ഊറ്റി, എന്നിട്ടാ കൃഷ്ണൻ പോയത്. ഗോപികമാര് പറയാണേ, ഉദ്ധവന് സഹിക്കുമോ? ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് ഗോപികള് കരഞ്ഞുകൊണ്ടിരിക്കുക. അവരുടെ മനസ്സും വാക്കും അതേപോലെ ഈ പ്രവർത്തനങ്ങൾ മുഴുവനും കൃഷ്ണന് വേണ്ടിയിട്ടാണ്. അതാണ്. അപ്പൊ കൃഷ്ണന്റെ പ്രീതി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മളെ പഠിപ്പിക്കാനാ. ഒന്നുമില്ലെങ്കിലും ഒരറിവും വേണ്ട, പക്ഷെ ചെയ്യുന്ന പ്രവർത്തികൾ നമ്മൾ കമ്മിറ്റ്മെന്റ് എന്നൊക്കെ പറയില്ലേ, എന്ന കൂട്ടത്തിൽ കമ്മിറ്റഡ് ആവണം നമ്മൾ. അത് ചെയ്യുന്ന സമയത്ത് ഭഗവാന് സമർപ്പിക്കുകയും വേണം, നമ്മൾ അതിൽ സന്തോഷിക്കുകയും വേണം. ആ പ്രവൃത്തി ചെയ്യുമ്പോൾ എന്ത് പ്രവൃത്തിയായാലും വേണ്ടില്ല, അതിനെ സന്തോഷത്തോട് കൂടിയിട്ട് വേണം ചെയ്യാനായിട്ട്. ചെയ്യുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്, ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട്, ഇങ്ങനെ വേണം. അപ്പോൾ രണ്ടു കൂട്ടരും, കേൾക്കണയാളും പറയണയാളും ഒരേപോലെ കൃഷ്ണനെക്കുറിച്ച് മാത്രമാണ്. അത് പലരും, ഇപ്പോൾ ഗോപികമാരെന്ന് പറഞ്ഞാൽ അനവധി ഗോപികമാരുണ്ട്, എല്ലാവരും ഒരേ സ്വരത്തിലാണ്. അനവധി കാര്യങ്ങൾ കൃഷ്ണനാൽ ചെയ്തു കൊടുത്തത് മുഴുവനെ ഒരേ സ്വരത്തിൽ പറയണമെങ്കിൽ അത് അത്ര എളുപ്പമല്ല. അതാണ് ഉദ്ധവൻ കേട്ടത്. അങ്ങനെ അവർ ഓരോന്നായിട്ട് ബാലലീലകളിൽ ഏതൊക്കെയാണോ കൃഷ്ണൻ ചെയ്തത് അതിങ്ങനെ എണ്ണി ഇങ്ങനെ പറയുക. ആ സമയത്താണ് അവിടെ ഒരു വണ്ട് വന്നിട്ട് രാധയുടെ കാലിലിരുന്നു എന്നാണ്. കാലിൻ്റെ അടുത്ത് വന്നിരുന്നപ്പോൾ രാധ സങ്കടം പറഞ്ഞു.
എൻ്റെ കാലിൻ്റെ മുകളിൽ വന്നിരിക്കണ്ട. വണ്ടിനെ കൃഷ്ണനായിട്ട് സങ്കല്പിച്ചു. എല്ലാം കൃഷ്ണനാണ്, എങ്കിലും ഈ വണ്ടിനെ കൃഷ്ണനായിട്ട് സങ്കല്പിച്ചു. കറുത്തവരെ വിശ്വസിക്കാൻ പറ്റില്ല. നീ കൃഷ്ണനെ പോലെയാണ്, നിനക്കും ഇല്ല സ്നേഹം, നീ എന്നെ തൊടണ്ട. കൃഷ്ണന് മധുരയിലെ ഈ സുന്ദരികളായിട്ടുള്ള സ്ത്രീകളുടെ പിന്നാലെ നടന്നിട്ടും നീ ആ വനമാലയിലെ തേന് കുടിച്ച് മത്തനായിട്ട് വരണയാളാ. അപ്പം നിന്നെ എനിക്ക് ഒട്ടും തൃപ്തിയില്ല. അതുകൊണ്ട് നീ എന്നെ തൊടണ്ട. നിന്റെ ബന്ധുക്കളൊക്കെ അതേപോലത്തെ ഉള്ള ബന്ധുക്കളാ. കാലിൻ്റെ മുകളിലൊക്കെ ഈ ചോപ്പ് ഇതൊക്കെ കാണി, അതൊക്കെ വനമാലയിലെ മറ്റ് സ്ത്രീകളാൽ ആലിംഗനം ചെയ്യപ്പെട്ടിട്ടുള്ള, അതേപോലെ കുങ്കുമത്തിൻ്റെ, സ്തനത്തിലെ കുങ്കുമത്തിൻ്റെ ഒക്കെ അതൊക്കെ കാലുമ്പിൽ കാണാണ്ട് എന്നൊക്കെ പറയാ. രാധ സങ്കല്പിക്കുകയാണ് ഇപ്പം അവ ഈ വണ്ട് വല്ലുണ്ട് അറിഞ്ഞിട്ട് എത്ര ദൂരമുണ്ട്. മധുരന്ന് ഈ വൃന്ദാവനത്തേക്ക് ദൂരം കുറേ ഉണ്ട്, വണ്ട് അവിടേക്ക് എത്തില്ല. പക്ഷെ എന്നാലും താതാത്മ്യം. ഈ ലക്ഷ്മി എങ്ങനെയാ കൃഷ്ണനെ എങ്ങനെയത് സഹിക്കണം? അതാ അവിടെ സംശയം. ലക്ഷ്മി ശരിക്കും അബദ്ധത്തിൽ കുടുങ്ങിയതാണ്. ഈ കൃഷ്ണന്റെ പഞ്ചാരവാക്ക് കേട്ടിട്ട് പെട്ടതാവും കേട്ടോ. അതുകൊണ്ട് എന്നെ പോലുള്ളവരെ കറുപ്പ് ആൾക്കാരെ വിശ്വസിക്കാൻ പറ്റില്ല. നീ ഒന്നും എന്നോട് പറയണ്ട. പണ്ട് മോളിനെ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ രാധയുടെ കാല് പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മധുരയിലെ ആ കുമാരിമാരോട് നിനക്ക് പ്രത്യേകമായിട്ടുള്ള എന്തോ സ്നേഹമുണ്ട്. അവരിൽ നിന്ന് നീ കൂടുതൽ സമ്മാനം വാങ്ങിയിട്ടുണ്ടാവും. ഞങ്ങൾക്ക് വീടും നാടും സ്വത്തും ഒന്നുമില്ലല്ലോ, അതൊക്കെ അവർക്ക് ധാരാളമുണ്ട്. അതുകൊണ്ട് അതൊക്കെ നീ വാങ്ങിയിട്ടുണ്ടാവും. 3 ലോകത്തിലെ എല്ലാ സ്ത്രീകൾക്കും ഒരേപോലെ സ്നേഹമുള്ള ഒരേ ഒരു ദൈവമേ ഉള്ളൂ, അതാണ് കൃഷ്ണൻ. ഒരേ ഒരു കാമുകനേ ഉള്ളൂ, അതാണ് കൃഷ്ണൻ. അപ്പോൾ പാവങ്ങളിൽ ആരാണോ യഥാർത്ഥത്തിൽ കരുണ കാണിക്കുന്നത് അവരാണ് യഥാർത്ഥത്തിലുള്ള ദൈവം. കൃഷ്ണ ദൈവമല്ല. ഞങ്ങളോട് ഒരു കരുണയും കാണിച്ചിട്ടില്ല കൃഷ്ണ. യഥാർത്ഥത്തിൽ ഞങ്ങളോട് ഒരു കരുണയും കാണിച്ചിട്ടില്ല. ഉത്തമ ശ്ലോകനാവണച്ചാൽ ഞങ്ങൾ പറയണതൊക്കെ കേൾക്കണ്ടേ? എല്ലാവരാലും പ്രകീർത്തിക്കപ്പെടണച്ചാൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ ആവണ്ടേ? അതൊന്നും ഇല്ലാതെ കണ്ട് ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ഞങ്ങളെ ഉപേക്ഷിച്ചത് ശരിയാണോ? ഒരു കാര്യം ചെയ്തോളൂ, ദൂതനായിട്ട് പോകാൻ പറ്റിച്ചാൽ അങ്ങോട്ട് പോയിക്കോളൂ, എൻ്റെ അടുത്ത് വന്നിരിക്കണ്ട. ഞങ്ങളുടെ ദൂതനായിട്ട് അവിടെ ചെന്ന് പറയാം, ഞങ്ങൾക്ക് വേണ്ടതൊക്കെ തരണം. അത് കൃഷ്ണൻ്റെ ദൂതനായിട്ട് ഇങ്ങോട്ട് വന്ന് ഞങ്ങളെ നമസ്കരിച്ചിട്ട് കൃഷ്ണൻ്റെ കാപട്യങ്ങളെ മറയ്ക്കാൻ വേണ്ടിയിട്ട് അത് ശരിയല്ല. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല കൃഷ്ണനോട്. ഭർത്തൃപുത്രാദികളെ മുഴുവൻ ഉപേക്ഷിച്ചിട്ടാണ് കൃഷ്ണൻ്റെ അടുത്തേക്ക് വന്നത്, കൃഷ്ണനെ സ്നേഹിച്ചത്. അത് തെറ്റല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ധർമ്മം, ലോകധർമ്മം പോലും ഞങ്ങൾ വിട്ടതാ. ഞങ്ങളെ ഇങ്ങനെ ഒരു ദയയില്ലാതെ കണ്ട് ഉപേക്ഷിച്ചില്ലേ. പിന്നെ സന്ധിക്ക് വന്നതാ, അതിനാ ദൂതനായിട്ട് വന്നാണ്. അപ്പം എന്തായി? ഉദ്ധവനെയാണ് പറയണത് എന്നുള്ള രീതിയിലായിപ്പോയി. ഇടയ്ക്ക് കൃഷ്ണനെ വിചാരിക്കും വണ്ടിൽ, ഇടയ്ക്ക് ഉദ്ധവനെ വിചാരിക്കും വണ്ടിൽ. ഉദ്ധവൻ പെട്ടുപോഴേ. കറുത്തവരൊക്കെ കഠിന ഹൃദയന്മാരാണ്. ബലിയെ അന്ന് ചതിച്ചില്ലേ, യാജ്ഞാച്ഛലം. അതേപോലെ ബാലിയെ കൊന്നില്ലേ, അതേപോലെ ശൂർപ്പണഖയെ വിരൂപയാക്കിയില്ലേ. ഈ പാട്ട് കേട്ടിട്ട് മാൻ വേടൻ്റെ വലയിൽ വീണ പോലെ ഞങ്ങളെ കൊടുക്കാനാണോ നീ വന്നിരിക്കണത്? അതുകൊണ്ട് ഞങ്ങൾക്ക് നിന്നോട് ഒരു താല്പര്യമില്ല, നീ പോയിക്കോ, എവിടേക്കാച്ചാ പോയിക്കോ. എല്ലാം ഉപേക്ഷിച്ചിട്ട് കൃഷ്ണനെ സ്നേഹിച്ചു എന്നൊരു തെറ്റേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും ബഹുമാന്യനാണ് കൃഷ്ണനെങ്കിൽ നിന്നെ ദൂതനായിട്ട് അയച്ചത് എന്തിനു വേണ്ടിയിട്ടാ? വണ്ടിനോടാ ചോദ്യം. ഉദ്ധവനാ കേട്ടത്. ഉദ്ധവൻ അവിടെ നിൽക്കാൻ സ്ഥലം പോരാ. നീ ഞങ്ങളെ കൊണ്ടുപോകാൻ വന്നതാണോ? അടുത്ത ചോദ്യം. അല്ല. ഈ ഗോപികന്മാരെ ഉദ്ധവൻ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? കൃഷ്ണൻ്റെ വക്ഷസ്സിൽ ലക്ഷ്മി ഇരിക്കുന്നുണ്ട്. അത് പാലാഴി മഥനക്കാലത്ത് അന്ന് കയറിയിരുന്നതാ. ഞങ്ങൾക്ക് അവിടെ എന്താ സ്ഥാനം കിട്ടുക? ഞങ്ങൾ വന്നിട്ട് എന്താ കാര്യം? ഇപ്പം അതല്ല, പട്ടണത്തിലെ പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഓരോന്ന് കൃഷ്ണനെ കുറ്റപ്പെടുത്തി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ മനസ്സിങ്ങനെ കൂടുതൽ കൃഷ്ണനിലേക്കാണ് ചേർന്നു. അപ്പോൾ
ഉദ്ധവനെ നോക്കിയിട്ട് പണ്ടിനോടാണോ പറയണമെന്ന് വെച്ചില്ല. ഏതായാലും കൃഷ്ണ സുഖല്ലേ? ഞങ്ങളെ ഇവിടുന്ന് വിട്ടുപോയപ്പോൾ ഗോകുലം നാട് ഉപേക്ഷിച്ചല്ലോ. ഗോവർദ്ധനം, അച്ഛനമ്മമാര്, പശുക്കള്, ഈ പുൽമേട്, ഈ നദി, ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയില്ലേ? ആ കൃഷ്ണൻ ഞങ്ങളെ വല്ലപ്പോഴും ഓർക്കാറുണ്ടോ? ഞങ്ങളെ പറ്റി എന്തെങ്കിലും പറയാറുണ്ടോ? ഇനി എപ്പോഴാണ് ആ ശ്രീകൃഷ്ണന്റെ കയ്യ് ഞങ്ങളുടെ ഈ ശിരസിൽ ഒന്ന് വെക്കുക? ഇങ്ങനെ ഓരോന്ന് ചോദിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുക അവര്. കൃഷ്ണൻ ഞങ്ങളുടെ വക്ഷസ്സിൽ നൃത്തം വെക്കണം, കയ്യ് തലയിൽ വെക്കണം, ഞങ്ങൾക്ക് വീണ്ടും കൂട്ടുകാരനായിട്ട് കിട്ടണം, അത് തരാവോ എന്ന് ചോദിച്ചപ്പോൾ ഉദ്ധവൻ പറയാണ്, ഗോപികളുടെ മനസ്സ് നല്ലോണം അറിഞ്ഞു. ഗോപികളെ, നിങ്ങളാണ് യഥാർത്ഥത്തിൽ മനുഷ്യജന്മത്തിൽ വന്ന് മനുഷ്യജന്മം സഫലമായി എന്ന് മറ്റുള്ളവർക്കും കൂടി അനുഭവപ്പെടുത്തിയത്. എല്ലാ ലോകരും നിങ്ങളെ മുഴുവൻ പൂജിച്ചുകൊണ്ടേയിരിക്കണം. കൃഷ്ണൻ ഹൃദയത്തിൽ സദാസമയത്തും നിങ്ങൾക്ക് പൂജനീയരായിട്ട് ഒപ്പമുണ്ട്. ഈ ദാനവ്രതാദികളെ കൊണ്ടോ യാഗാദികളെ കൊണ്ടോ കിട്ടാത്തതാണ് നിങ്ങൾക്ക് കൃഷ്ണനിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് മഹാഭാഗ്യം കൊണ്ടാണ് കിട്ടിയത്. ആ നിങ്ങളെ കാണാൻ കഴിഞ്ഞ ഞാനും ഇപ്പതാ ഭാഗ്യം അനുഭവിക്കുന്നു. എനിക്കും എല്ലാം ഉപേക്ഷിക്കാൻ സാധിച്ചിട്ടില്ല, പക്ഷെ നിങ്ങളെല്ലാം ഉപേക്ഷിച്ചു, കൃഷ്ണ ഭക്തകളായി. ഞാനും കൃഷ്ണ ഭക്തൻ തന്നെയാണ്, പക്ഷെ ഇത്രയില്ല. വിരഹം താങ്ങാൻ വയ്യാത്ത ഭാവത്തിൽ നിങ്ങൾ ദുഃഖം അനുഭവിക്കുന്നു. അത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നിപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനെ ഒരു ഭാവം എത്തുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം. പിരിഞ്ഞിരിക്കുക സ്നേഹമുള്ളവർക്ക് അതികഠിനം എന്നേ പറയാളൂ. അപ്പം നിങ്ങളുടെ ഈ ഭക്തി, ഒരു പക്ഷേ കൃഷ്ണൻ എന്നെ ഇവിടെ വന്നിട്ട് നിങ്ങളോട് ഈ സന്ദേശം തരണം എന്ന് പറഞ്ഞത് നിങ്ങളുടെ ഈ ഭക്തി കാണാനായിരിക്കണം. കണ്ടിട്ട് ചിലത് പഠിക്കാനുണ്ട് എനിക്ക്. അപ്പം അത് പഠിപ്പിക്കലാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കൃഷ്ണൻ പറഞ്ഞ സന്ദേശം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളൊന്ന് കേട്ടോളൂ. ഈ ശരീരം പഞ്ചഭൂത നിർമ്മിതമാണ്. ഞാനും നിങ്ങളും തുല്യരാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. ആത്മാവ് ഒന്നേ ഉള്ളൂ, ഞാനും നിങ്ങളും തുല്യരാണ്. ഈ അന്ധകരണം ഞാൻ നിങ്ങളുടെ ഉള്ളിലുണ്ട്, നിങ്ങൾ എൻ്റെ ഉള്ളിലുമുണ്ട്. പിന്നെ എന്താ നമ്മൾ തമ്മിൽ വ്യത്യാസം? ഒപ്പില്ല എന്ന് തോന്നുന്നതേ തെറ്റാ. ഒപ്പില്ല, അത് ഭൗതികത മാത്രമാണ്. അപ്പോൾ ദേഹത്തിൽ ഈ ജീവന്മാർ, ജീവജാലങ്ങൾ ശരീരബോധത്തോടു കൂടിയിട്ട് ഇരിക്കുന്നത് കൊണ്ട് മായ ബാധിച്ച് ആത്മതത്വത്തെ മറക്കുകയാണ്. സൃഷ്ടിസ്ഥിതി സംഹാരാദികൾ ചെയ്യുന്നതായിട്ടുള്ള ഭഗവാൻ കൃഷ്ണൻ എല്ലാവരിലും ഉള്ളത് കൊണ്ട് ഇത് മുഴുവൻ എല്ലാവരെയും ഒരേപോലെയാണ് ബാധിക്കുക. നിങ്ങൾക്ക് ഈ ബാധ ശരിക്കും വന്നിട്ടില്ല. കാരണം ഞാനും നിങ്ങളും ഒന്നാണ്. നിങ്ങൾക്കും ഇല്ല മാലിന്യം, എനിക്കും ഇല്ല മാലിന്യം. എന്നുവെച്ചാൽ മലിനമായിട്ടൊരവസ്ഥ, ചിന്തയോ എന്തെങ്കിലുമൊന്നും വേണ്ട, ഒന്നുമില്ല. പ്രകൃതിക്ക് അതീതനായിട്ടുള്ള ഭാവമാണ് എനിക്കും അതെ, നിങ്ങൾക്കും അതെ. കാരണം ഇതൊക്കെ ഉപേക്ഷിച്ചിട്ടാണല്ലോ കൃഷ്ണനിലേക്ക് എത്തിയിരുന്നത് ഗോപികൾ. അതുകൊണ്ട് ആ ഭാവമുണ്ട്. അത് കൃഷ്ണൻ്റെ വാക്ക് മാക്സിമത്തിലാണ് കൃഷ്ണൻ പറഞ്ഞത്. ഞാനും പ്രകൃതിക്ക് അതീതനാണ്, നിങ്ങളും പ്രകൃതിക്ക് അതീതരാണ്. അപ്പോൾ മുനിമാരെ ഋഷിമാരൊക്കെ കേട്ടുകൊണ്ടിരിക്കേണ്ട കേട്ടോ ഈ കാര്യങ്ങളൊക്കെ. അവിടെ ജാരബുദ്ധിയ ആണ് ഗോപികൾ കൃഷ്ണനെ സമീപിച്ചെടുക്കണത്. സുരതം ഉൾപ്പെടെയുള്ള സകലതും, ആലിംഗനായാലും ചുംബനായാലും മടിയിൽ കിടത്തലായാലും തലോടലായാലും പലതും വേണ്ട രീതിയിൽ കൃഷ്ണൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. കൃഷ്ണൻ ചെയ്തു കൊടുത്തു എന്നുള്ളത് അവർക്ക് തോന്നിച്ചിട്ടുണ്ട്. കൃഷ്ണ സാക്ഷിയായിട്ട് മാറി നിൽക്കുകയായിരുന്നു. എങ്കിലും ത്രിഗുണബന്ധം ഇല്ലാത്തത് കൊണ്ടാണ്, ജാഗ്രതാദി വിഷയം ഇല്ലാത്തത് കൊണ്ടാണ് എനിക്കിങ്ങനെ മാറി നിൽക്കാൻ സാധിച്ചത്, ഇത് ചെയ്തു കൊടുക്കാൻ സാധിച്ചത്. അതൊക്കെ ഗോപികമാരെ ബോധ്യപ്പെടുത്തുകയാണ്. ഗോപികമാർക്കും അതെ, അവരുടെ ജീവൻ ഈ പരമാത്മാവിലേക്ക് ലയിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അവർ ചെയ്യണത്. പ്രാജ്ഞൻ, തൈജസൻ, വിശ്വൻ, ഇങ്ങനെ ജീവനെ സങ്കല്പിക്കുകയാണ് എന്ന് പറയണു. ഇന്ദ്രിയം വികസിച്ചു കഴിഞ്ഞാൽ ജാഗ്രത ഉണ്ടാവണു. അത് അടങ്ങിക്കഴിഞ്ഞാൽ, ഇന്ദ്രിയം അടങ്ങിക്കഴിഞ്ഞാൽ സുഷുപ്തി വരണു. ഇന്ദ്രിയം അടങ്ങിയിട്ട് മനസ്സ് വികസിച്ചു കഴിഞ്ഞാൽ സ്വപ്നാവസ്ഥ വരുന്നു.
അപ്പോൾ ഇന്ദ്രിയവും മനസ്സും അടങ്ങിയിട്ട് ഉറങ്ങാതിരുന്നാൽ ഭഗവാനിലെത്താം എന്നതാണ്. 4 കാര്യങ്ങളാണ്. ഇന്ദ്രിയം മനസ്സ് അടങ്ങണം, അതാണ് ശമതമം. അങ്ങനെ ഉറങ്ങാതിരിക്കുകയാണെങ്കിൽ, സദാസമയത്തും ജാഗ്രതയിലിരിക്കുകയാണെങ്കിൽ, സുഷുപ്തി ബോധം ഇല്ലാത്തൊരവസരം, സ്വപ്നമില്ല സുഷുപ്തിയില്ല, അങ്ങനെ വരികയാണെങ്കിൽ ഭഗവാങ്കൽ എത്താൻ സാധിക്കും എന്നതാണ്. ഇത് പറയാനേ പറ്റും, നമ്മൾ കൂട്ടിയാൽ പറ്റില്ല. നമുക്കിതൊന്നും പറ്റില്ല. നമുക്ക് ജാഗ്രത ഉണ്ട്, സ്വപ്നമുണ്ട്, സുഷുപ്തിയുണ്ട്. സ്വപ്നം കാണാതിരിക്കുക അതൊരു വിഷയമല്ല. ഞാൻ സ്വപ്നമൊന്നും കാണാറില്ല എന്ന് പറഞ്ഞിട്ട് അത് ഒരു വിഷയമല്ല. രാത്രിയിലും സ്വപ്നം കാണാം, പകലും സ്വപ്നം കാണാം. രണ്ടും കണ്ടില്ല വെച്ചിട്ട് ഞാൻ ഇതിന് അവസ്ഥാത്രയത്തിന് മീതിയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ജാഗ്രത ഉണ്ട്, ഉറക്കമുണ്ട്. അപ്പോൾ അത് വലിയ കുഴപ്പമാണ്. ഇവര് ഈ 4ഉം മറികടന്നവരാ. അതുകൊണ്ട് അവർ തുരീയാവസ്ഥയിൽ എത്തിയിരിക്കണം. ഈ 4 കടന്നാലാണ് തുരീയാവസ്ഥയിലേക്ക് എത്തുക. ഇന്ദ്രിയം വികസിച്ചാലാണ് ജാഗ്രത, ഇന്ദ്രിയം അടങ്ങിയാലാണ് സുഷുപ്തി, മനസ്സ് ഇന്ദ്രിയം അടങ്ങിയിട്ട് മനസ്സ് വികസിക്കണം, അപ്പോഴാണ് സ്വപ്നം. ഇന്ദ്രിയവും മനസ്സും അടങ്ങിയിട്ട് ഉറങ്ങാതിരിക്കലാണ് തുരീയാവസ്ഥ. അത് 4ാമത്തെ അവസ്ഥയാണ്. തുരീയം എന്ന് പറയാൻ പറ്റില്ല. തുരീയം എന്നുള്ള അതിൻ്റെ അടുത്ത, ശരിക്കും പറഞ്ഞാൽ തുരീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4ാമത്തെ എന്ന് പറയുന്നേ ഉള്ളൂ. ശരിക്കും തുരീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ാമത്തെയാണ്. അപ്പോൾ ഈ 5ാമത്തെ ഭാവം എന്നുള്ളത് ഈശ്വരഭാവ, താതാത്മ്യം. അതുകൊണ്ട് നിങ്ങൾക്ക് സംശയപ്പില്ല, അവിദ്യ നിങ്ങൾക്കില്ല. ജീവാത്മാവിനെ നിങ്ങളിതാ അറിയണു, നിങ്ങൾ മുക്തരായിരിക്കണു. ഇത് കൃഷ്ണൻ പറഞ്ഞ സന്ദേശമാണ്. ക്രമത്തിൽ അതാത് തത്വങ്ങളെ ലയിപ്പിച്ചിട്ട് പരമാത്മാവിനെ അറിയാൻ ശ്രമിച്ചോളൂ, നിങ്ങൾക്കത് സാധ്യമാവും. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള ഞാൻ നിങ്ങളിൽ എല്ലായ്പ്പോഴും ഓർക്കാൻ തക്കവണ്ണം എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. കൃഷ്ണനെ ഓർക്കാത്ത ഒരു ദിവസവും ഇല്ല, കൃഷ്ണനെ ഓർക്കാത്ത ഒരു സമയവും ഇല്ല ഈ ഗോപികമാർക്ക്. അപ്പം അതുകൊണ്ട് കൃഷ്ണൻ അത് ചെയ്യുന്നതാണ് എന്നത് കൃഷ്ണൻ ഇവിടെ പറയുകയാണ്. അതാണ് സന്ദേശം. കൃഷ്ണനെ ഓർക്കുന്നത് അവരുടെ കഴിവുകൊണ്ടല്ല, ഞാൻ എൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതാണ് സന്ദേശം. സന്ദേശത്തിൻ്റെ കാതൽ അതാണ്. ഇപ്പം നമുക്ക് എപ്പോഴെങ്കിലും ഭഗവത് സ്മൃതി ഉണ്ടെങ്കിൽ ഭാഗവതം വായിക്കണോ, നാരായണീയം വായിക്കണോ, ഭഗവാനെ ഓർക്കണോ, അങ്ങനെ ഒരു സ്മരണയുണ്ടെങ്കിൽ അത് നമ്മുടെ കഴിവല്ല. ഞാൻ തന്നെയാണ് എല്ലാ ദിവസവും ചെയ്യണം, അതുകൊണ്ടാണ് എനിക്ക് ഓർമ്മ എന്ന് പറഞ്ഞിട്ട് കേമനാവരുത്. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഓർമ്മ ഉണ്ടാകുന്നത്. അതാണ് ഭഗവത് അനുഗ്രഹം, അതാണ് ഭഗവാന്റെ സന്ദേശം. അതാണ് ഉദ്ധവനോട് പറഞ്ഞത്. അപ്പോൾ നിങ്ങളിൽ ഞാൻ ഉറയ്ക്കാൻ വേണ്ടിയിട്ട് ഭൗതികമായിട്ടുള്ള ദേഹത്തെ നിങ്ങളിൽ നിന്ന് ഞാൻ അകറ്റി. ഇങ്ങനെ അകറ്റിയാലും വിട്ടുനിൽക്കുന്നു എന്ന തോന്നൽ ഇല്ലാതിരിക്കുന്നത് എൻ്റെ അനുഗ്രഹമാണ്. അപ്പോൾ ഇവിടെ വിട്ടു നിൽക്കണമെന്നുള്ള തോന്നൽ അവർക്കുള്ളതേ. ഞാൻ വിട്ടു നിൽക്കണില്ല എന്ന് അറിയൂ, ഇതാണ് സന്ദേശം. അകന്നിരിക്കുമ്പോൾ എത്രത്തോളം തീവ്രമായിട്ടുള്ള രാഗം വരുന്നുവോ ആ രാഗം വരാനുള്ള കാരണം എൻ്റെ പ്രേരണയാണ്. അതാണ് സന്ദേശം. സന്ദേശങ്ങൾ പോയിന്റിട്ടാണ് പറഞ്ഞത്. നിങ്ങൾ എപ്പോഴാണോ കർമ്മവാസന മുഴുവൻ നശിച്ച് ആത്മാവിൽ മാത്രം മനസ്സ് ഉറയ്ക്കുന്നത്, അങ്ങനെ ഉറപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത്, അത് എൻ്റെ വരമാണ്. ഞാൻ തരുന്ന അനുഗ്രഹമാകുന്ന വരമാണ്. കർമ്മവാസന തീരണം, ആത്മാവിൽ മനസ്സ് ഉറക്കണം. അപ്പം ഈ ഭൗതിക ദേഹം വേണ്ട. എത്ര അകലെയായാലും എത്ര അടുത്തായാലും ഒരേപോലെയാണ്, ഒരു വ്യത്യാസമില്ല. കൃഷ്ണനെ ഇവിടെ ഇരുത്തിയിട്ട് ഞാൻ തേവാരം ചെയ്ത് വരട്ടെ എന്ന് പറയണ പോലെയാണ്. കൃഷ്ണ അവിടെ ഇരിക്കട്ടോ, ഞാൻ പൂജ കഴിഞ്ഞ് വരാം. ആർക്കാ പൂജിക്കുന്ന അച്ഛാ? കൃഷ്ണന്. അച്ഛാ ഞാനല്ലേ മുമ്പിലിരിക്കണത്, അതുകൊണ്ട് കാര്യമില്ല, പൂജ വേറെയാ. നന്ദഗോപരുടെയും വസുദേവരുടെയും അവസ്ഥ ഇതാ. അതന്നെയാ കുറുവരമ്മ ചെയ്തത്, അതന്നെയാ വില്ലുമംഗല സ്വാമിയാരും. സാലഗ്രാമം എടുത്ത് വായിലിട്ടു. ഞാൻ ശർക്കരച്ച വിചാരിച്ചു. കൃഷ്ണ അവിടെ ഇരിക്കൂ, കൊട്ടോണ്ട് കൗത്തി വെച്ചു എന്നാ.
കൃഷ്ണനെ. കൊട്ടയുടെ അടിയിൽ കവുത്തിയിട്ടു. കുട്ടകായാലും വേണ്ടില്ല, കൊട്ടയിലും വേണ്ടില്ല. കുട്ട എന്ന് പറഞ്ഞാൽ ചെമ്പിൻ്റെയോ അല്ലെങ്കിൽ ഓടിൻ്റെയോ ഒക്കെ പാത്രമാണ്, പിച്ചളുടെയൊക്കെ പാത്രം കുട്ടകം. ഏതായാലും അതുകൊണ്ട് അടച്ചിട്ട് പൂജ കഴിഞ്ഞു, വീണ്ടും തുറന്നു. ആ നേതിച്ചതൊക്കെ കൃഷ്ണൻ കൊടുക്കുകയും ചെയ്തു. കഴിഞ്ഞു. ഇനി നേദിക്കുമ്പോൾ കൊടുത്താൽ മതി, അത് ചെയ്തില്ല. അതിനും കൂടി സ്വാതന്ത്ര്യം അനുവദിച്ച് കൊടുത്തിട്ടുണ്ട് കൃഷ്ണൻ. എന്ന കൂട്ടത്തിലാണ് ഇവിടെ കൃഷ്ണൻ ഈ ഗോപികമാർക്ക് കൊടുത്തേർന്നത്. അതിനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ കർമ്മവാസന നശിച്ച് ആത്മാവിലെ മനസ്സ് ഉറപ്പിക്കുക. ഇപ്പൊ ഈ രാസക്രീഡയ്ക്ക് വരാൻ പറ്റാത്തവര് വളരെ സ്വല്പം നേരം കൊണ്ട് എന്നിലെത്തി. അത് ഓർമ്മയില്ലേ ചോദിക്കുകയാണ്. അത് ഓർമ്മയുണ്ട്, അവർക്ക് നല്ല ഓർമ്മയുണ്ട്. അവർ പറഞ്ഞത് തന്നെ അതാ. അവരെത്ര ഭാഗ്യവതികളാ, വേഗം എത്തി. ഞങ്ങൾക്ക് അച്ഛാ എന്തെല്ലാം തടസ്സങ്ങളുണ്ട്, കൃഷ്ണനെ കാണാൻ തന്നെ ഇല്ല, ഞങ്ങൾക്ക് വേണ്ടത് കിട്ടണില്ല. കിട്ടിയിട്ടുണ്ട്, എന്നിട്ടും പോരാ തോന്നുകയാണ്. അതാണ്. അപ്പോൾ ലയം എന്ന ഭാവം നിങ്ങൾക്ക് ഞാൻ ഇപ്പം തന്നിട്ടുണ്ട്. ഇനി അതിനെ ഉറപ്പിക്കണം കേട്ടോ, ലേശം കൂടി ആവാണ്ടേ. ഇപ്പോൾ ഉദ്ധവൻ ഇങ്ങനെ സന്ദേശം കൊടുത്തു. ഇനി അത് കഴിഞ്ഞിട്ട് ബലരാമൻ വരും, എന്നിട്ട് രാസക്രീഡ ചെയ്തു കൊടുക്കും. മൂന്നാമത് കൃഷ്ണൻ പ്രഭാസ തീർത്ഥത്തിൽ വെച്ചിട്ട് ഇവർക്ക് ഈ രാസക്രീഡ ചെയ്യാതെ കണ്ട് തന്നെ രാസക്രീഡ അനുഭൂതിയെ കൊടുക്കും. അങ്ങനെ 3 തവണയാണ്. ഉദ്ധവ സന്ദേശം, പിന്നെ ബലരാമൻ്റെ സന്ദേശം, പിന്നെ കൃഷ്ണൻ സ്വയം പ്രഭാസ തീർത്ഥത്തിൽ വെച്ചിട്ട്. അപ്പോഴേക്ക് 85 കൊല്ലം കഴിയും കേട്ടോ. അങ്ങനെയാണ് കൃഷ്ണ പ്രാപ്തി കിട്ടുക. ഇങ്ങനെ കൃഷ്ണ സന്ദേശമൊക്കെ കേട്ട് ഗോപികൾ സന്തോഷിച്ചു. അപ്പോൾ വിട്ടു നിന്നിട്ടില്ല എന്നുള്ള ഉറപ്പായി, ഞങ്ങളെ ഇനി വിടില്ല എന്നുള്ള ഉറപ്പായി. സമുദ്രത്തിലെ തിരമാല പോലെ എല്ലാവരും അതായിട്ട് അങ്ങോട്ട് മാറി. അങ്ങനെ ഇവർ പറയാണ്, കംസനെ കൊന്നത് നന്നായി, കൃഷ്ണന് സുഖമാണല്ലോ അല്ലേ? അതെ, ബന്ധുക്കളാണ്, സുഖമായിട്ട് കഴിയണം. ഞങ്ങളെപ്പറ്റി തമാശയ്ക്കെങ്കിലും വല്ലപ്പോഴും വല്ലതും പറയാറുണ്ടോ, എന്തെങ്കിലും പറയാറുണ്ടോ? ഈ രാസക്രീഡ അത് കഴിഞ്ഞതിന് ശേഷം കടുത്ത വേദനയാണ് അവർക്ക്. കാരണം കിട്ടണില്ല. ആ 4 കൊല്ലക്കാലം സ്ഥിരമായിട്ട് കിട്ടിയത് പിന്നീട് എല്ലാ മാസവും ഒരു ദിവസം കൃഷ്ണൻ ഇവിടെ വന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എല്ലാ മാസവും ഒരു ദിവസം ചെയ്തു കൊടുക്കുന്നുണ്ട് ഇവിടെ. പക്ഷെ അത് അവർക്ക് മാത്രമേ അറിയുള്ളൂ. ഇത് ഇപ്പോൾ എങ്ങനെയാ വെച്ചാൽ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട് എന്നാണ് പറയണത്. അതിപ്പോൾ എൻ്റെ കഥ നമുക്കറിയില്ല എന്തായാലും. അതേപോലെ ശത്രുസംഹാരാദികളെല്ലാം കഴിഞ്ഞ് രാജ്യം കിട്ടി, ഇനി കുറേ വിവാഹമൊക്കെ കഴിച്ച് കൃഷ്ണൻ മധുരയിൽ കൂടും, അത്രയല്ലേ ഉണ്ടാവുള്ളൂ. കൃഷ്ണൻ നമ്മളെ കൊണ്ട് എന്തെങ്കിലും വല്ല പ്രയോജനം ഉണ്ടാവുമോ? ഈ പിങ്കള പണ്ട് പറഞ്ഞിട്ടുണ്ട്, ആശ ദുഃഖമാണ്, ആശ ഇല്ലായ്മയാണ് സുഖം എന്ന് പിങ്കള പാടിയുണ്ട്. എന്നാലും കൃഷ്ണനിലുള്ള ആശ ഞങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല. എങ്ങനെ ഞങ്ങൾ മറക്കേണ്ടു മാധവ? എങ്ങനെ മറക്കാൻ പറ്റുമോ? അപ്പം അതുകൊണ്ട് നോട്ടായാലും പുഞ്ചിരിയായാലും വാക്കായാലും ലീലയായാലും എല്ലാം സദാസമയത്തും കൃഷ്ണനെ മാത്രം സ്മരിക്കുകയാണ്. ആ കൃഷ്ണൻ ഞങ്ങളുടെ കൂടെ ഈ നദിയിലെ തീരത്തായാലും പർവ്വതത്തിലായാലും വൃന്ദാവനത്തിലായാലും വേണുഗാനം ചെയ്തുകൊണ്ട് രാസക്രീഡയിലായാലും ഇനി രാവിലെ ആയാലും വൈകുന്നേരമായാലും ഞങ്ങളുടെ കൂടെയുള്ള സമയത്ത് മുഴുവൻ കൃഷ്ണനുമായിട്ടുള്ള കൂട്ടുകാരൊത്തുള്ള കളികൾ ഞങ്ങളോട് പറയുന്നതായിട്ടുള്ള രംഗം ഈ അസുരന്മാരെയൊക്കെ നിഗ്രഹിച്ചത് ഒന്നും ഞങ്ങൾക്ക് മറക്കാൻ പറ്റുന്നില്ല. നേരത്തെ വന്ന വഴിക്ക് തന്നെ പറഞ്ഞത് കാറ്റിൽ തീയെന്നും വെള്ളത്തിൽ നിന്നൊക്കെ രക്ഷിച്ചു എന്നാണ്. ആപത്തിൽ നിന്നൊക്കെ രക്ഷിച്ചു. അപ്പം അങ്ങനെ കൂടുതൽ ഓർമ്മ വരികയാണ്. ഉദ്ധവ ഒന്ന് പറഞ്ഞോളൂ, ഞങ്ങൾക്ക് കൃഷ്ണനെ കാണാതെ വളരെയധികം ദുഃഖസമുദ്രത്തെ അനുഭവിക്കുകയാണ്, അതിനെ ഒന്ന് തീർത്തു തരണം. അതിലിപ്പോൾ ഞങ്ങളിങ്ങനെ മുങ്ങിക്കിടക്കുക, ഒന്ന് തീർത്തു തരണം എന്ന് പ്രത്യേകം ഉദ്ധവനോട് വീണ്ടും പറയാം. അപ്പോൾ ഉദ്ധവൻ പറഞ്ഞു, ഈ സന്ദേശത്തെ വീണ്ടും വീണ്ടും മനനം ചെയ്തോളൂ, എന്നാൽ നിങ്ങളും ഭഗവാനും ഒന്നാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ദേഹമല്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വേർപിരിഞ്ഞ് ഇരിക്കുകയാണ് എന്നുള്ള ബോധം പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് ദുഃഖം ഉണ്ടാവില്ല കേട്ടോ ഇനി എന്ന് പറഞ്ഞു. അപ്പോൾ ദുഃഖം നീങ്ങും എന്ന് പറഞ്ഞപ്പോൾ സന്ദേശവാഹകനായിട്ടുള്ള ഉദ്ധവൻ്റെ വാക്കും അതേപോലെ തന്നെ കൃഷ്ണൻ്റെ സന്ദേശവും. പിന്നെ ഇവരുടെ ഉള്ളിൽ ഇങ്ങനെ ഇത് അനുഭവം കുറച്ചായിട്ട് ഭഗവാൻ അവിടെ നിന്ന് ഇത് മധുരയിൽ നിന്ന് ഇങ്ങോട്ട് കൊടുക്കണ്ടേ.
അതിങ്ങനെ കയറി കയറി വരുന്നുണ്ട്. അപ്പോൾ ഉദ്ധവനെ കൃഷ്ണനായിട്ട് കണ്ടുകൊണ്ട് നന്നായിട്ട് പൂജിച്ചു. എന്നിട്ട് ഈ കൃഷ്ണനും ഈ ഗോപികമാരും നടന്ന് വള്ളിക്കുടലിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ നദീ തീരത്ത്, പുഴമണലിൽ, പിന്നെ പുൽമേട്ടിൽ, കാട്ടിൽ, മേട്ടിൽ, അങ്ങനെയില്ല എല്ലാ ദിക്കിലും അതൊക്കെ കൊണ്ട് കാണിച്ചു കൊടുത്തു. ഇതാ ഇവിടെ ഇങ്ങനെ ഉണ്ടായി, ഇവിടെ അങ്ങനെ ഉണ്ടായി, അസുരന്മാരെ കൊന്നത് ഇന്ന ദിക്കിലാണ്. അങ്ങനെ ഓരോന്നും പറഞ്ഞ് ഉദ്ധവനെ ആ ലീലയിൽ അങ്ങോട്ട് പങ്കാളിയാക്കി. ഇതൊക്കെ അറിയാനാണ് ഉദ്ധവൻ ഇങ്ങോട്ട് വന്നത്. അത് മുഴുവനെ പങ്കാളിയാക്കി. അപ്പോൾ ഈ അഞ്ചാമത്തെ അധ്യായം മുതൽ, ദശമത്തിൽ 5-ാമത്തെ അധ്യായം മുതൽ ഈ രാസക്രിയയുടെ വരെയുള്ള സകല കാര്യങ്ങളും അവിടെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ കേശിവധവും അരിഷ്ടവധവും ഒക്കെ പറഞ്ഞു. ഇങ്ങനെ അന്തര്യാമിയായിട്ടുള്ള ഈ കൃഷ്ണനെ ദേവന്മാർക്ക് കിട്ടില്ല, മഹാഋഷികളായിട്ടുള്ള യോഗികൾക്ക് കിട്ടില്ല. ഒന്നും അറിയാത്ത ഈ ഗോപികമാർക്ക് മാത്രമാണല്ലോ ഭഗവാൻ കൊടുത്തത്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള യോഗി ആരാ? ഈ ഗോപികമാരാണ്. സുകൃതം ചെയ്തവര് ഇവരാണ്. സംസാരത്തെ ഭയക്കുന്നതായിട്ടുള്ള ബ്രാഹ്മണന്മാര്, മുനികള്, ഋഷിമാര്, സൂര്യകള്, പണ്ഡിതന്മാര്, ഇവരൊക്കെ ഇപ്പോഴും ഭയന്നുകൊണ്ടിരിക്കുക. ഭാഗവത ആചാര്യന്മാർക്കൊക്കെ ഭയ. എന്താ കാരണം? ഈ ലയം കിട്ടണില്ല. അതുകൊണ്ടാണ്. പേടിയില്ലാത്ത ആരാള്? എന്തൊക്കെ പേടിയാ ചോദിക്കരുത് കേട്ടോ, പല പേടികളുണ്ട്. ഏതായാലും നിങ്ങളുടെ ഈ ഭക്തിയെ കണ്ടിട്ട് ഞാനിപ്പോൾ ഇതാ വല്ലാത്തൊരവസ്ഥയിൽ എത്തിയിരിക്കണോ. ഇത് എനിക്ക് കിട്ടിയില്ലല്ലോ. ബുദ്ധവൻ പറയാം, എനിക്കിനി ബ്രാഹ്മണ ജന്മൊന്നും വേണ്ട. നിങ്ങളെ പോലെ ഇവിടെ വല്ല മറ്റേ കല്ലോ മുള്ളോ ഒക്കെ ആയിട്ടിരുന്നാലും വിരോധമില്ലാന്ന് തന്നെയാണ്. കൃഷ്ണഭക്തി തന്നാൽ മതി. ഇത്ര തീവ്രമായിട്ടുള്ള ഈശ്വര ആരാധന, അതും സകല സ്വരൂപനില്ലേ, അത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ഇത് കൃഷ്ണൻ അറിയാതിരിക്കില്ല. നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള മരുന്ന് കൃഷ്ണൻ തരുക തന്നെ ചെയ്യും. സ്നേഹമാകുന്ന, ഭക്തിയാകുന്ന ഈ സമ്പാദ്യം അതിന് അവസാനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത് അപ്സരസുകൾക്ക് പോലും കിട്ടിയിട്ടില്ല കേട്ടോ. അല്ല, അവർ ദേവന്മാരുടെ അങ്ങനെയൊക്കെയാണല്ലോ. എപ്പോൾ വെച്ചാൽ അതൊന്നും പറ്റില്ല എന്നർത്ഥം. കൃഷ്ണൻ്റെ അടുത്ത് അതൊന്നും ചിലവാവില്ല. അപ്പം ഇങ്ങനെ കൃഷ്ണൻ പ്രാപ്തികരം ശശ്വൽ അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. ഈ സ്വധർമ്മം വെടിഞ്ഞതായിട്ടുള്ള വല്ലഭ സ്ത്രീകള് വൃന്ദാവനത്തിൽ വെച്ച് കൃഷ്ണനിൽ നിന്നും മേടിച്ചതൊക്കെ കിട്ടാൻ ചെറിയൊരു എളുപ്പമാർഗമുണ്ട്. എന്താ അത്? ആ ഗോപികമാരുടെ പാദധൂളി സ്വീകരിച്ചാൽ മതി. അപ്പം അതുകൊണ്ട് പാദധൂളിക്ക് നമസ്കാരം. വന്ദേ നന്ദവ്രജ സ്ത്രീണ പാദരേണു അഭീഷ്ണശ യാസാം ഹരികഥോൽഗീതം പുനാദി ഭുവനത്രയം. ഉദ്ധവര് അത് സ്വീകരിച്ചു. ആ പാദധൂളിക്ക് നമസ്കരിച്ചു. നേരിട്ട് ഗോപികളെ നമസ്കരിക്കാനുള്ള അർഹത എനിക്കില്ല എന്ന് കണക്കാക്കിയിട്ടാ. ഏതായാലും ഈ കൃഷ്ണഗീതം ഇവർ പാടുന്നത് 3 ലോകത്തെയും പുത്തനാക്കി തീർക്കുന്നു. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഗോപികമാരെ സ്വീകരിച്ചതായിട്ടുള്ള ഗോപികമാരുടെ അനവധി സമ്മാനങ്ങളെ സ്വീകരിച്ചത് മുഴുവനെ കൃഷ്ണൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ കയറ്റിയിട്ട് യാത്ര പറഞ്ഞ് കണ്ണുനീര് അത് കൊണ്ടുപോകാൻ നിവൃത്തിയില്ലല്ലോ എന്ന് മാത്രം. അത് കൊണ്ടുപോയിണ്ടാവും. എങ്ങനെയാ കൊണ്ടുപോയിണ്ട ചോദിക്കരുത്. ഏതായാലും അതും ഈ കൃഷ്ണൻ്റെ ഓരോന്നും ഇവർ നാമങ്ങളായിട്ടും അനുഭവങ്ങളായിട്ടും ഒക്കെ പ്രത്യേകം പറഞ്ഞിട്ടേ. അപ്പോൾ അവർ പറയാണ്, ഉദ്ധവനോട് പറയാ, ഞങ്ങളുടെ വാക്ക് കൃഷ്ണനാമങ്ങളാവണം, ലീലാസ്മരണമാവണം, പ്രവൃത്തി കൃഷ്ണന് വേണ്ടിയിട്ടുള്ള നമസ്കാരമാവണം, കർമ്മഫലം തീരുവോളം ഈ ത്രികരണങ്ങൾ അത് മുഴുവൻ കൃഷ്ണനെ പ്രീതി ഉണ്ടാക്കാൻ, കൃഷ്ണനിൽ ഞങ്ങളുടെ സ്മരണ ഉണ്ടാക്കാൻ ഉള്ളതാവണം. ഈ സന്ദേശം കൃഷ്ണന് കൊടുക്കണം കേട്ടോ. ഞങ്ങൾ കാരണം കൃഷ്ണൻ്റെ ഒരു ഡ്യൂട്ടിയും മുടങ്ങാൻ പാടില്ല. ഞങ്ങൾക്ക് ദുഃഖമാണ് എന്ന് അവിടെ ചെന്ന് പറയാൻ പാടില്ല. ഞങ്ങൾക്ക് സുഖാണെന്നേ പറയാവൂ. ഇപ്പം നേരത്തെ പറഞ്ഞ ഒക്കെ ദുഃഖ എന്നാ പറഞ്ഞു. ഇതൊന്നും അവിടെ ചെന്ന് പറയരുത്. ഇങ്ങനെ കൃഷ്ണൻ സന്തോഷിക്കണം എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞയച്ചപ്പോൾ കൃഷ്ണന് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഉപാസന പൂജയൊക്കെ ചെയ്യണത് എന്ന് സാരം. കൃഷ്ണ അത് തരൂ, കൃഷ്ണ അത് തരൂ, കൃഷ്ണ അത് തരൂ എന്ന് ചെയ്ത് പറയണ്ട. അമ്പലത്തിൽ പോയിട്ടേ നമ്മളത് പറയണവരാ. എനിക്ക് സന്താനമില്ല, കല്യാണം കഴിഞ്ഞിട്ടില്ല, മകനെ തരൂ, മക്കളെ ധനം തരൂ, അധികാരം തരൂ, ജോലി തരൂ, പണം തരൂ, എന്തൊക്കെയാ പറയണത് വെച്ചാൽ ശരിയാ.
നമ്മുടെ ശത്രു മരിക്കട്ടെ എന്നും പറയും. ഒരാളെന്നാ കൃഷ്ണന് നന്നാവട്ടെ, കൃഷ്ണന് സുഖം വരട്ടെ, കൃഷ്ണൻ സുഖിക്കട്ടെ എന്ന് പറയണില്ല. ദക്ഷയാഗം കഴിഞ്ഞപ്പോൾ മഹാദേവൻ പറഞ്ഞു കൊടുത്തില്ല, ഈ ദേവന്മാരാരും എൻ്റെ സതി പോയത് മിണ്ടിയില്ലല്ലോ എന്നുള്ള കൊടുത്ത് കൃഷ്ണൻ അത് പറഞ്ഞില്ല. പക്ഷെ നമ്മളോട് ഭഗവാൻ ശ്രീശുഖമഹർഷി പറയാ, എന്താ ചെയ്യേണ്ടത്? കൃഷ്ണൻ്റെ ഇഷ്ടത്തിന്, കൃഷ്ണൻ ചിരിക്കാൻ വേണ്ടിയിട്ട്, പ്രസന്ന മുഖമാവാൻ വേണ്ടിയിട്ട്, കൃഷ്ണൻ പ്രസന്നനാവാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളെ ഭഗവാന് സമർപ്പിക്കണം. അപ്പോൾ ഈ ഒരു സന്ദേശമാണ് ഇതെന്ന് നമുക്ക് കിട്ടുക. ഭ്രമരഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോപികളെ പോലെ കൃഷ്ണൻ പ്രീതനാവാൻ വേണ്ടിയിട്ട്, കൃഷ്ണൻ്റെ പ്രീതി അത് നമുക്ക് അത് തരൂ ഇത് തരൂ എന്നുള്ള ഈ ലഭ്യം കണക്കാക്കിയിട്ടാവരുത്, കൃഷ്ണന് സന്തോഷമാവട്ടെ, എന്നാലേ കൃഷ്ണൻ്റെ ഡ്യൂട്ടി മുഴുവനാവുള്ളൂ. അതിന് വേണ്ടിയിട്ട് അതാണ് സന്ദേശം. അതായത് നമ്മൾ ചെയ്യുന്നത് ലോകഹിതാർത്ഥം. ബ്രാഹ്മണർ ചെയ്യുന്ന ഡ്യൂട്ടീസ് അങ്ങനെയാണ്, ആത്മാനം പാതി പരം പാതി, അതാണ്. അപ്പോൾ അവനവനെയും രക്ഷിക്കും, അന്യരെയും രക്ഷിക്കും. അന്യരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനോട് പറയാണ്, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമ്മളത് വാക്കുകൊണ്ട് പറയും. നമ്മൾ ഈ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയണതിൻ്റെ മുന്നേയും പറയും, എനിക്കത് തരും, എനിക്കിത് തരുമെന്ന്. ഇത് പറഞ്ഞതിന് ശേഷം വീണ്ടും പറയും, എനിക്കത് തരൂ, എനിക്കത് തരൂ, മറ്റവനത് കൊടുക്കരുതെന്നും പറയും. അതാണ് നമ്മൾ. ഇവരങ്ങനെയല്ല. ഇവർ കൃഷ്ണൻ്റെ ഡ്യൂട്ടീസ് മുഴുവൻ ചെയ്യാനായിട്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ അതിൻ്റെ ഫലപ്രാപ്തിക്കായിട്ട് ഇതാ സമർപ്പിക്കണം, അല്ലാണ്ട് അതിൻ്റെ പ്രതിഫലം ഇങ്ങോട്ട് കിട്ടണിച്ചിട്ടല്ല. അതാണ് ഭ്രമരഗീതത്തിൻ്റെ സന്ദേശം. ഇങ്ങനെ ശ്രീശുഖ മഹർഷി ഭക്തിയുടെ മഹാത്മ്യത്തെ കൂടുതലായിട്ട് പറഞ്ഞു. ഈ ഭക്തി ഉദ്ധവനെ നന്നായിട്ട് മനസ്സിലാക്കി കൊടുപ്പിച്ചു കൃഷ്ണൻ എന്ന് നമ്മളോട്, നമ്മളെ ബുദ്ധിമാന്മാരാക്കാൻ, നമ്മളെ ഭക്തിമാന്മാരാക്കാൻ വേണ്ടിയിട്ട് ശ്രീശുഖ മഹർഷി അങ്ങനെ കൃഷ്ണനോട് പ്രാർത്ഥിച്ചു. നമുക്കും അതേപോലെ തന്നെ എന്തൊക്കെയാണോ നമ്മുടെ കയ്യിൽ വെച്ചാൽ അത് മുഴുവൻ ഗോപികമാർ കൊടുത്തയച്ച പോലെ നമുക്കും കൊടുത്തേക്കാം. ഭഗവാൻ അത് സ്വീകരിക്കട്ടെ. സുദാമാവിനെ പോലെയുള്ളവർക്ക് നമ്മുടെ ധനം ഭഗവാൻ കൊടുത്തോട്ടെ. പാണ്ഡവന്മാരെ എങ്ങനെയാണോ ഈ യുദ്ധത്തിൽ കൗരവാദികളെ വധിച്ച് അവരെ രക്ഷിച്ചത്, അതേപോലെ നമ്മിലുള്ളത് എന്തോ അത് കൊടുത്തിട്ട് ശത്രുക്കളെയൊക്കെ വധിച്ചോട്ടെ. ആയുധമായാലും വലിയ നാരായണീ സേന കൊടുത്തിട്ടാണല്ലോ. നാരായണീ സേനയും കൂടി ഇതിൽ പെട്ടുണ്ട് എന്നുള്ളതാ. എന്തിന്? തൻ്റെ പക്ഷത്തുള്ള ആൾക്കാരെ താൻ കൊല്ലാൻ പറ്റുമോ? അതുകൊണ്ടാണ് തൻ്റെ നാരായണീ സേന ഈ ദുര്യോധനന് കൊടുത്തതേ. താൻ കൃഷ്ണൻ ഇവിടെ ഇരിക്കുമ്പോൾ കൃഷ്ണന്റെ സൈന്യത്തിൽപ്പെട്ടുള്ള ആൾക്കാർ ആരെങ്കിലും മരിക്കുമോ? കൃഷ്ണൻ ഇവിടെ ഇരിക്കുമ്പോൾ ഈ 7 അക്ഷൗഹിണി സേനയിലുള്ള ഒരാളും മരിക്കില്ല. അതിൻ്റെ സൂത്രമാണ് നാരായണീ സേനയെ അങ്ങോട്ട് അയച്ചത്. നാരായണീ സേനയാണ് ഇവരെ കൊന്നത്, അല്ലാണ്ട് ഈ ഭീഷ്മരോ കർണനോ മറ്റേ ദ്രോണരോ അല്ല. അതൊരു മറ, അത്രയേ ഉള്ളൂ. കൃഷ്ണനെ നാരായണനെ അവിടെ വധം ചെയ്തിട്ടുള്ളൂ. 18 അക്ഷൗഹിണി സേന മുഴുവനും നശിപ്പിച്ചത് കൃഷ്ണനും നാരായണനും കൂടിയിട്ടാ. ഒന്ന് നാരായണീ സേനയാണ്, മറ്റത് കൃഷ്ണനാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ടാവണം എന്ത്, നമ്മുടെ എല്ലാം സ്വരൂപിച്ചത് സമ്പാദിച്ചത് മുഴുവൻ ഉണ്ടല്ലോ, ഈ സമ്പാദ്യം മുഴുവനെ കൃഷ്ണപ്രീതിക്ക് വേണ്ടിയിട്ട് നമുക്ക് സമർപ്പിക്കാം. അതാണ് ഭ്രമരഗീതം. ഇനി കുബ്ജയെ സന്തോഷിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ടുള്ള രംഗമാണ് ഇനി വായിക്കേണ്ടത്. അതാ 48ാമത്തെ അധ്യായം മുതൽ. അത് കഴിഞ്ഞാൽ നമുക്ക് രുക്മിണി കല്യാണത്തിലൊക്കെ എത്തണം. അതിൻ്റെ ഇടയ്ക്ക് മുജുകുന്ദ മോക്ഷമൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് വായിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ 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 നാരായണ.